ഈ കോട്ട കാണുമ്പോൾ ഇതെവിടെയാണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായി കാണുമല്ലേ? വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കണ്ണൂർ ട്രിപ്പിലെ 5ാമത്തെ വീഡിയോ ആണിത്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി 1505 നിർമ്മിച്ചതാണ് ഈ കോട്ട. സെൻറ് ആഞ്ചലോസ് കോട്ട എന്നറിയപ്പെടുന്ന കണ്ണൂർ കോട്ടയാണിത്. ചെങ്കല്ലിൽ ത്രികോണാകൃതിയിലാണ് ഈ കോട്ടയുടെ നിർമ്മാണം. മെയിൻ എൻട്രൻസ് കടന്നു വന്നാൽ നേരെ കാണുന്നത് ഒരു പീരങ്കിയാണ്. ദേവു ആദ്യമായിട്ടാണ് പീരങ്കി കാണുന്നത്. പിന്നീട് ദേവുവിൻ്റെ സംശയങ്ങളും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്കാണ് പോയത്. ലെഫ്റ്റ് സൈഡിൽ നീളത്തിൽ കാണുന്നത് കോട്ടയിലെ കുതിരാലയത്തിൻ്റെ മുകൾ ഭാഗമാണ്. കോട്ടയിലെ ഓഫീസുകളും തടവറകളും പോർച്ചുഗീസുകാർ നിർമ്മിച്ചപ്പോൾ കുതിരാലയം ഡച്ചുകാരുടെ സംഭാവനയാണ്. 1663 ഡച്ചുകാർ ഈ കോട്ട പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും പിടിച്ചടക്കിയത്. കണ്ണൂർ ജില്ലയിൽ അവശേഷിക്കുന്ന ചരിത്ര നിർമ്മിതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരമാണ് കോട്ടയിലേക്കുള്ളത്. അറബിക്കടലിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഈ കോട്ട സമുദ്രനിരപ്പിൽ നിന്നും 40 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ച് ദേവുവിന് വിശക്കുമെന്ന് അറിയുന്നതുകൊണ്ട് അവൾക്ക് കഴിക്കാനുള്ള സ്നാക്സ് ഞങ്ങൾ നേരത്തെ തന്നെ കയ്യിൽ കരുതിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം. ഞങ്ങളെത്തിയത് 5 മണി ആവാറായപ്പോഴാണ്. 25 രൂപയാണ് അഡൽട്ടിന് വരുന്ന എൻട്രി ഫീസ്. കടലിലേക്ക് നോക്കിയിരിക്കുന്ന പീരങ്കികളും സൂര്യൻ്റെ നേർത്ത വെളിച്ചം കടന്നു വരുന്ന ജയിലറകളും ഒക്കെ കോട്ടയിലെ അത്ഭുതങ്ങളാണ്. അമൽ നീരദ് സംവിധാനം ചെയ്ത അൻവർ മൂവിയിലെ ജയിൽ രംഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഇതിനകത്ത് വെച്ചാണ്. ഇനിയും ചുറ്റി നടന്ന് കാണാൻ ഒത്തിരി ഉണ്ടെങ്കിലും 5:45 സെക്യൂരിറ്റി വിസിലടിച്ചു വന്നതുകൊണ്ട് കാഴ്ചകൾ മതിയാക്കി ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ടി വന്നു. ഫോർട്ടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സ്റ്റോറീസിലെ മറ്റു വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം.